വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ പള്ളികളിൽ ലഘുലേഖ വിതരണം ചെയ്തു. വിശ്വാസികളും വൈദികരും അടങ്ങുന്ന പുതിയ സംഘടനയാണ് ലഘുലേഖ വിതരണം ചെയ്തത്. കർദിനാൾ ആലഞ്ചേരിയും 2 വൈദികരും ചേർന്ന് നടത്തിയ രഹസ്യ ഇടപാടാണ് ഭൂമി കച്ചവടമെന്ന് നോട്ടീസിൽ വിമർശിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിലാണ് ലഘുലേഖ വിതരണം ചെയ്തത്. ഭൂമി ഇടപാടിൽ സഭയ്ക്കുണ്ടായ നഷ്ടത്തിന് ഉത്തരവാദി കർദിനാൾ തന്നെയെന്ന നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. കർദിനാൾ ആലഞ്ചേരിയുടെ ആഗ്രഹപ്രകാരം മറ്റൂരിൽ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങാനുണ്ടായ നീക്കമാണ് പ്രതിസന്ധികൾക്ക് കാരണം. കർദിനാൾ മാർ വർക്കി വിധേയത്തിലിന്റെ കാലത്ത് ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷം മെഡിക്കൽ കോളേജ് വേണ്ട എന്ന് തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനം വകവയ്ക്കാതെ കർദിനാൾ ആലഞ്ചേരി മുന്നോട്ടു പോയെന്ന് നോട്ടീസിൽ പറയുന്നു. സ്ഥലക്കച്ചവടത്തിന് ശേഷം നടന്ന സ്ഥലം വാങ്ങൽ സംശയാസ്പദമാണ്. കാനൂനിക സമിതികളിലും മറ്റും ചർച്ച ചെയ്യാതെ, സഹായമെത്രാന്മാർ പോലും അറിയാതെ ആലഞ്ചേരിയും 2 വൈദികരും ചേർന്ന് നടത്തിയ രഹസ്യ ഇടപാടാണിത്. ഇതേ തുടർന്ന് അതിരൂപതയുടെ സാമ്പത്തിക അടിത്തറ തകർന്നു. ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെടുകയും സിവിൽ കാനോനിക നിയമങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. മുറ്റത്ത് പുല്ല് വളർന്ന് കാടായാൽ അത് വെട്ടിക്കളയണം, ഇല്ലെങ്കിൽ താമസ സൗകര്യം തേടി പാമ്പുകൾ വരും. അത് പാമ്പിന്റെ കുഴപ്പമല്ലെന്നും പുല്ല് പറിക്കാത്ത വീട്ടുകാരന്റെ കുറ്റമാണെന്നും സൂചിപ്പിച്ച് കർദിനാളിനെ പരോക്ഷമായി നോട്ടീസിൽ വിമർശിക്കുന്നു. ഇത് അധികാരത്തിനു വേണ്ടിയുള്ള വടംവലിയല്ലെന്നും തെറ്റിനെതിരെ ശരിയുടെ ചെറുത്തുനിൽപ്പാണെന്നും ആർച്ച് ഡയോസിൻ മൂവ്മെന്റ് ഫോർ ട്രാൻസ്പെറൻസി എന്ന സംഘടന വിതരണം ചെയ്ത നോട്ടീസിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തന്നെ സംബന്ധിച്ച് പറയപ്പെട്ട എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടുമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ നൽകിയ ശക്തിക്ക് നന്ദിയെന്നും പ്രാർത്ഥന തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവർക്കിടയിൽ ഭിന്നതയ്ക്ക് സ്ഥാനമില്ല. ചില കാര്യങ്ങൾ മനുഷ്യർക്കുള്ള കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് തിരുത്തപ്പെടണമെന്നും ആലഞ്ചേരി പറഞ്ഞു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. പ്രശാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞത്? കോട്ടയത്ത് കുറുവിലങ്ങാട് ഒരു പള്ളിയുടെ വെഞ്ചരിപ്പിന് വന്നപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. തന്നെ സംബന്ധിച്ച് പറയപ്പെട്ടുള്ള എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടുമെന്നാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസികളെല്ലാം തന്നെ പ്രാർത്ഥനാപൂർവ്വം നൽകിയിട്ടുള്ള ഒരു ശക്തിക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. ഏതാനും നാളുകൾക്കകം തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളും മറ്റും പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു പ്രത്യാശയാണ് അദ്ദേഹം പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളോട് പ്രാർത്ഥന തുടരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ഒപ്പം ക്രൈസ്തവർക്കിടയിൽ ഭിന്നതയ്ക്ക് സ്ഥാനമില്ലെന്നും ചില കാര്യങ്ങൾ മനുഷ്യർക്കുള്ള കുറവുകൾ കൊണ്ട് സംഭവിക്കുന്നതാണെന്നും അത് തിരുത്തപ്പെടുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സഭയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയം വന്നപ്പോൾ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം കർദിനാളിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പരസ്യമായി ഉണ്ടായിരിക്കുന്നത്. ശരി പ്രശാന്ത്, ടി പി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ചെങ്ങന്നൂർ സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് PC തോമസ് രംഗത്ത്. BJP നേതൃത്വത്തോടാണ് PC തോമസ് ആവശ്യം ഉന്നയിച്ചത്. അതേസമയം ചെങ്ങന്നൂർ സീറ്റ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർട്ടി BJP നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചില കാരണങ്ങളാൽ മത്സരിക്കാനായില്ലെന്ന് രാജൻ കണ്ണാട്ട് പറഞ്ഞു. ഇത്തവണ മത്സരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. KK രാമേന്ദ്രൻ നായരുടെ മരണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന ചെങ്ങന്നൂർ മണ്ഡലം NDA ഘടകകക്ഷി നേതാവായ രാജൻ കണ്ണാട്ടിന് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് PC തോമസ് രംഗത്ത് വന്നിരിക്കുന്നത്. തങ്ങളുടെ പാർട്ടിയുടെ വൈസ് ചെയർമാൻ കൂടിയാണ് രാജൻ കണ്ണാട്ട്. 2 തവണ ചെങ്ങന്നൂർ നഗരസഭാ ചെയർമാനായിരുന്ന രാജൻ നിലവിൽ കൗൺസിലറാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിനോട് ചെങ്ങന്നൂർ സീറ്റ് ആവശ്യപ്പെട്ടുവെങ്കിലും വിട്ടു നൽകിയില്ല. പകരം ചില സ്ഥാനമാനങ്ങൾ നൽകാമെന്ന ഉറപ്പും പാലിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇത്തവണ സീറ്റ് തങ്ങൾക്ക് വേണം എന്ന ആവശ്യമുന്നയിച്ച് PC തോമസ് BJPയുടെ സംസ്ഥാന നേതാക്കളുമായി സംസാരിച്ചു. അടുത്ത ദിവസം BJP ദേശീയ അധ്യക്ഷനുമായി ചർച്ച നടത്തും. ഓർത്തഡോക്സ് സഭയ്ക്ക് 25,000 വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിൽപ്പെട്ട രാജൻ കണ്ണാട്ടിന് സീറ്റ് നൽകണമെന്നാണ് PC തോമസ് വിഭാഗത്തിന്റെ ആവശ്യം. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി PS ശ്രീധരൻപിള്ള 42,000-ലധികം വോട്ടുകളാണ് മണ്ഡലത്തിൽ നേടിയത്. ഇന്നത്തെ സാഹചര്യത്തിൽ NDAയ്ക്ക് വിജയസാധ്യതയുള്ളതായും PC തോമസ് വിഭാഗം പറയുന്നു. ഇത്തവണയും PS ശ്രീധരൻപിള്ള തന്നെ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ അവകാശവാദവുമായി PC തോമസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ജനജീവിതം ദുസ്സഹമാക്കി രാജ്യത്ത് പെട്രോൾ വില ലിറ്ററിന് 80-അടുക്കുന്നു. മുംബൈയിൽ പെട്രോൾ വില 79 രൂപ കടന്നു. പെട്രോളിന് 9 തവണയായി വർദ്ധിപ്പിച്ച എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. എണ്ണ കമ്പനികൾ നിലവിലെ രീതി അനുസരിച്ച് വില വർദ്ധിപ്പിച്ചാൽ അടുത്ത ആഴ്ചയോടെ പെട്രോളിന് ലിറ്ററിന് 100 രൂപയാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു.
3 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിലയിലാണ് പെട്രോൾ ഡീസൽ വില. സംസ്ഥാനങ്ങളിലെ ശരാശരി വില പെട്രോളിന് 75 രൂപയായി. ഡീസലിന് ശരാശരി 65 രൂപയ്ക്കുമാണ് ഇപ്പോൾ വിൽക്കുന്നത്. മുംബൈയിലാണ് പെട്രോളിന് ഏറ്റവും ഉയർന്ന വില. ലിറ്ററിന് 79 രൂപ 15 പൈസ. ഡീസലിനാകട്ടെ 66 രൂപയും. കൽക്കത്തയിൽ പെട്രോളിന്റെ വില 74 ഡീസലിന് 64 രൂപയുമായി. ചെന്നൈയിൽ പെട്രോൾ വില 74 കടന്നു. ഡീസൽ വിലയാകട്ടെ 66. താരതമ്യേന ദില്ലിയിലാണ് വില കുറവ്. പെട്രോളിന് 71 രൂപയും ഡീസലിന് 61 രൂപ 88 പൈസയും. മുംബൈയിലെ വില പരിഗണിച്ചാൽ ദിവസങ്ങൾക്കകം പെട്രോൾ വില 80 കടക്കും. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ഉയർന്നു നിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയിൽ എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ മുമ്പും സമാനമായ രീതിയിൽ വില ഉയർന്നപ്പോൾ കേന്ദ്ര സർക്കാരുകൾ ഇടപെട്ട് നികുതി കുറച്ച് പ്രതിസന്ധി പരിഹരിച്ചിട്ടുണ്ട്. മോദി സർക്കാർ 2014 നവംബർ മുതൽ ജനുവരി 2016 വരെ 9 തവണ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. കുറച്ചതാകട്ടെ 2 തവണ മാത്രം. നിലവിലെ സാഹചര്യത്തിൽ വാറ്റ് നികുതി കുറയ്ക്കാൻ സംസ്ഥാനങ്ങൾ തയ്യാറാകാതെ കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. അസംസ്കൃത എണ്ണവില ഇനിയും ഉയരും. കേന്ദ്രം നികുതി കുറച്ചില്ലെങ്കിൽ എണ്ണ കമ്പനികൾ ദിവസേനയുള്ള വിലവർദ്ധനവ് വഴി ഈ ആഴ്ച തന്നെ വില 100-ലെത്തിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഈ മാസവും അടുത്ത മാസവുമായി നടക്കുന്ന ത്രിപുര, നാഗാലാൻഡ്, മേഘാലയ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ടേക്കുമെന്നറിയുന്നു. വിലവർദ്ധനവ് തൽക്കാലം നിർത്തിവെക്കാൻ കേന്ദ്രം എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന KSRTCക്ക് പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ വില കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. ഡീസൽ വില വർദ്ധിച്ചതിലൂടെ പ്രതിദിനം 20 മുതൽ 30 ലക്ഷം രൂപ വരെ KSRTCക്ക് അധിക ബാധ്യതയായി വന്നിരിക്കുന്നു. അതേസമയം ഡീസൽ വില വർദ്ധിക്കുന്ന നില തുടർന്നാൽ KSRTC സർവീസുകളെ അത് സാരമായി ബാധിക്കുമെന്നാണ് KSRTC മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന KSRTC ഓരോ ദിനവും അല്പമെങ്കിലും കരകയറാനുള്ള തത്രപ്പാടിലാണ്. പക്ഷേ KSRTCക്ക് കൂനിന്മേൽ കുരുപോലെയായിരിക്കുന്നു പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ വില. കഴിഞ്ഞ മാസത്തെ കണക്ക് പ്രകാരം പ്രതിദിനം 3 കോടി 10 ലക്ഷം രൂപയാണ് ഡീസൽ വാങ്ങിയ ഇനത്തിൽ KSRTCക്ക് ചെലവായത്. ഡീസൽ വില ഉയരുന്നതിന് മുൻപ് ഇത് 3 കോടി രൂപയായിരുന്നു. പ്രതിദിനം 6 കോടി രൂപ വരുമാനം ലഭിക്കുന്ന KSRTCക്ക് ഡീസലിന്റെ ചെലവ് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഡീസൽ വില ഇപ്പോഴത്തെ നിലയ്ക്ക് വർദ്ധിക്കുകയാണെങ്കിൽ പ്രതിദിനം 20 മുതൽ 30 ലക്ഷം രൂപ വരെ KSRTCക്ക് അധിക ബാധ്യതയുണ്ടാക്കും. നിലവിലെ സ്ഥിതി ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെയുള്ളവ ആലോചിക്കേണ്ടതാണെന്ന ഘട്ടത്തിൽ KSRTC മാനേജ്മെന്റിനെ എത്തിച്ചിരിക്കുന്നു. കൂടാതെ KSRTCയുടെ സർവീസുകളെയും ഇപ്പോഴത്തെ സാഹചര്യം സാരമായി ബാധിക്കുമെന്നും മാനേജ്മെന്റ് വിലയിരുത്തുകയാണ്. KSRTC CMD ഹേമചന്ദ്രൻ, കഴിഞ്ഞ ഒരു മാസത്തിനിടയിലുണ്ടായ ഡീസൽ വിലയിലുണ്ടായ വർധനവ് കൊണ്ട് പ്രതിദിനം ഞങ്ങളുടെ ആവശ്യം ഈ ചിലവിൽ ഡീസലിൻ്റെ പേരിൽ ഏതാണ്ട് 20 ലക്ഷത്തിലധികം രൂപ വർദ്ധിച്ച് വരുന്ന ഒരു അവസ്ഥയുണ്ട്. മാത്രവുമല്ല ഇതിലൊരു അനിശ്ചിതത്വവും നിലനിൽക്കുന്നുണ്ട്. വല്ലാതെ ഈ ക്രമാതീതമായി അനുദിനം വർദ്ധിക്കുന്നത് ഇത് KSRTCയുടെ സാമ്പത്തിക മാനേജ്മെൻറ്റിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. 5616 സർവീസുകളാണ് ഇപ്പോൾ KSRTC വിവിധ ഡിപ്പോകളിൽ നിന്നായി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിലേക്കായി 4,82,000 ലിറ്റർ ഡീസൽ KSRTCക്ക് ദിവസവും ആവശ്യമായി വരുന്നു. അതേസമയം ദിവസവും ഡീസൽ വില വർദ്ധിക്കുന്നത് ഓയിൽ കമ്പനിയുമായുള്ള KSRTCയുടെ സാമ്പത്തിക ഇടപാടിനെ ബാധിക്കുമെന്നും മാനേജ്മെന്റ് വിലയിരുത്തുന്നു. ഡീസൽ വില വർധനയെ തുടർന്ന് തമിഴ്നാട്ടിൽ ബസ് ചാർജ് 1 രൂപ മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് KSRTCയുടെ അന്തർ സംസ്ഥാന സർവീസുകൾക്കും തിരിച്ചടിയായിരിക്കുന്നു. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന KSRTCക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഡീസൽ വില വർധനവ് സമ്മാനിക്കുക. നിരക്ക് വർധന എന്നതിലേക്ക് തന്നെ KSRTCയും പോകേണ്ടി വരും. ക്യാമറാമാൻ ചന്ദ്രശേഖരനൊപ്പം സുനിൽ അരുമാനൂർ. ഇന്ധനവില കുതിച്ചു കയറുന്നതിനാൽ നിൽക്കക്കള്ളിയില്ലാതായ ഒരു വിഭാഗമാണ് ഓട്ടോ തൊഴിലാളികൾ. നാൾക്കുനാൾ വില കൂടുന്നതിനാൽ നഷ്ടം സഹിച്ചുള്ള ഓട്ടം നിർത്തി മറ്റു തൊഴിൽ തേടേണ്ട അവസ്ഥയിലായെന്ന് തൊഴിലാളികൾ പറയുന്നു. വാടക കൊടുക്കണം, ഡീസൽ അടിക്കണം. 700-800 ഓടിക്കഴിഞ്ഞാൽ ഈ 5 ബാക്കി 200-300 ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മിക്ക വണ്ടിക്കാരും ഓട്ടോറിക്ഷ പ്രസ്ഥാനം നിർത്തിയിട്ട് എന്തെങ്കിലും തൊഴിൽ അന്വേഷിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് അവസ്ഥ. 3 വർഷം മുൻപുള്ള യാത്രാ നിരക്ക് ഈടാക്കി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലി അക്ബർ. 3 വർഷത്തിന് ശേഷം ഒട്ടേറെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വർദ്ധിച്ചു, പക്ഷേ അവരെ ചാർജ് വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ ചാർജ് സ്വാഭാവികമായിട്ട് വർദ്ധിപ്പിക്കേണ്ടി വരും. ചാർജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ ആകെ ബാധിക്കും. ഒന്നുകിൽ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ധനവില കുറയ്ക്കാൻ അധികൃതർ തയ്യാറാവുക.
ഇതിലേതെങ്കിലും ഒന്ന് ഉടൻ ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ കുടുംബം പ്രതിസന്ധിയിലാവുമെന്ന് തൊഴിലാളികൾ പറയുന്നു. കാശോട് പമ്പിൽ ചെല്ലാൻ ഭയങ്കര പേടിയാണ്. ഇന്ന് 1 ലിറ്റർ പെട്രോളിന് 72 രൂപയാണെങ്കിൽ പിറ്റേന്ന് ചിലപ്പോൾ 2 രൂപ കൂടും. ഉച്ചയ്ക്ക് ചിലപ്പോൾ വീണ്ടും കൂടും. പിറ്റേന്ന് രാവിലെ വീണ്ടും കൂടും. ഒരു രക്ഷയില്ല, ആരും മൈൻഡ് ചെയ്യണല്ലോ, നമ്മൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്ധനവില കുറയ്ക്കാത്ത സാഹചര്യത്തിൽ യാത്രാനിരക്ക് കൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യാൻ തങ്ങൾ നിർബന്ധിതരാവുകയാണെന്നും തൊഴിലാളികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. 14ാം കേരള നിയമസഭയുടെ 9ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരണമാണ് സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. സമീപകാല രാഷ്ട്രീയ വിവാദങ്ങളും സഭയിൽ ചൂടേറിയ ചർച്ചയാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് 14ാം നിയമസഭയുടെ 9ാം സമ്മേളനത്തിന് നാളെ തുടക്കം കുറിക്കപ്പെടുന്നത്. അന്തരിച്ച ചെങ്ങന്നൂർ MLA KK രാമേന്ദ്രൻ നായർക്കും മുൻമന്ത്രി E ചന്ദ്രശേഖരൻ നായർക്കും ആദരാഞ്ജലി അർപ്പിച്ച് സഭ 2ാം ദിനം പിരിയും. കേരളത്തെ വ്യവസായ സൗഹൃദമാക്കുന്നത് ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബിൽ ഫെബ്രുവരി 24-ന് AC മൊയ്തീൻ അവതരിപ്പിക്കും. 25-ന് നന്ദി പ്രമേയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. AKG ആക്ഷേപിച്ച പട്ടാമ്പി MLA VT ബൽറാമിനെതിരെയുള്ള പരാതിയും സർക്കാരിന്റെ പുതിയ ജനക്ഷേമ പരിപാടികളും ഭരണപക്ഷം ആയുധമാക്കും. KSRTC പെൻഷൻ മുടങ്ങിയതും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് ആകാശയാത്ര നടത്തിയതും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഇതിനെ ചെറുക്കും. ഫെബ്രുവരി 2-നാണ് പിണറായി മന്ത്രിസഭയുടെ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിക്കുക. ക്ഷേമ പദ്ധതികൾക്കും വികസനത്തിന് ഊന്നൽ നൽകുന്നതും ഓഖി ദുരിതബാധിതർക്ക് പ്രത്യേക പരിഗണനയും നൽകുന്നതാണ് ബഡ്ജറ്റ് എന്നാണ് സൂചന. ഫെബ്രുവരി 7-ന് പിരിയുന്ന സഭ അവസാന വാരത്തോടെ ബഡ്ജറ്റ് പാസാക്കുന്നതിനായി വീണ്ടും സമ്മേളിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിൽ ഇത്തവണ കിഫ്ബിയിൽ ധനകാര്യ അച്ചടക്കം പാലിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാകും ഉണ്ടാവുക. കൂടുതൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് പകരം പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് ബജറ്റ് പ്രാമുഖ്യം നൽകുന്നതെന്ന് ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഇതിനോടകം 50,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന 2016-ലെ പുതുക്കിയ ബജറ്റ് പ്രസംഗത്തിലാണ് മാന്യവിരുദ്ധ പാക്കേജായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന കിഫ്ബിയുടെ പ്രഖ്യാപനം. തുടർന്ന് ഇങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ ഇതുവരെയായി 50,000 കോടിയുടെ പദ്ധതികളാണ് കിഫ്ബിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ബജറ്റിൽ നിന്ന് വ്യത്യസ്തമായി കിഫ്ബിയിൽ ധനകാര്യ അച്ചടക്കം പാലിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാകും ഇത്തവണ ഉണ്ടാവുകയെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറയുന്നു. കിഫ്ബിയിൽ നിന്ന് ഇനി ഇങ്ങനെ ഒരുപാട് പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാനുണ്ടാവില്ല. ചെയ്ത കാര്യങ്ങൾ, പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളതിലായിരിക്കും നമ്മൾ ഊന്നൽ. GSTയുടെ പരിണിത ഫലങ്ങൾ കിഫ്ബി പ്രഖ്യാപനങ്ങളെയും ബാധിക്കുമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ കിഫ്ബിയിലും ചിലവുകൾ നിയന്ത്രണ വിധേയമാക്കും. നിലവിലെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനു ശേഷം വലിയ പദ്ധതികൾ കേന്ദ്രീകരിച്ചാകും കിഫ്ബി പ്രവർത്തിക്കുക. സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യബോധത്തോടെ സർക്കാർ കണക്കുകൾ അവതരിപ്പിച്ചാൽ ബജറ്റിനെ ജനങ്ങൾ അംഗീകരിക്കുമെന്നാണ് ധനകാര്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. പ്ലാനിംഗ് ബോർഡ് അംഗം KN ഹരിലാൽ. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ റിയലിസ്റ്റിക് ആയാൽ അതിനെ കേരളത്തിലെ ജനങ്ങൾ സ്വാഗതം ചെയ്യും. ആ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ കൃത്യതയോടുകൂടി അതിന് സമയമിട്ട സമയത്ത് അത് പൂർത്തിയാക്കാൻ കഴിയുകയാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ അത് സന്തോഷത്തോടുകൂടി അതിനെ മനസ്സിലാക്കും. കിഫ്ബിയിൽ ചിട്ടയായ പ്രവർത്തനത്തിനാവശ്യമായ മുൻകരുതലുകളും ഇത്തവണത്തെ ബജറ്റിലുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭയിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്നുണ്ടായ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിൻവലിക്കാനുള്ള നീക്കം ജനാധിപത്യത്തോടുള്ള അവഹേളനമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേസ് പിൻവലിക്കാനുള്ള നീക്കത്തെ നിയമപരമായി നേരിടുമെന്നും ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാവനമായ നിയമസഭാ വേദിയെ ഒരു ഗുണ്ട വിളയാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഇപ്പോഴാ കേസെല്ലാം പിൻവലിക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? എന്ത് നീതിയാണത്? ഇത്തരം കേസുകൾ പിൻവലിച്ചാൽ നാളെ ഈ കോപ്രായങ്ങൾ നിയമസഭയ്ക്കകത്ത് കാണിക്കാം എന്നുള്ളതിന് ഏറ്റവും വലിയ പിന്തുണയായിരിക്കും നൽകാൻ പോകുന്നത്. ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു കറുത്ത അധ്യായമായിരുന്നു 2015-ലെ മാണിസാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ അന്നത്തെ പ്രതിപക്ഷം നടത്തിയ കയ്യാങ്കളി. അതുകൊണ്ട് ഒരു കാരണവശാലും ആ കേസുകൾ പിൻവലിക്കാൻ പാടില്ല. അത് നിയമസഭയോടുള്ള അവഹേളനം മാത്രമല്ല, ജനാധിപത്യത്തോടുള്ള അവഹേളനമായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. അതുകൊണ്ട് അതിനെ ശക്തമായ ഭാഷയിൽ തന്നെ ഞങ്ങൾ എതിർക്കും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും ത്രിപുരയിൽ നിന്നുള്ള മുൻ MP-യുമായ ഖഗേൻ ദാസ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പുലർച്ചെ 3:30-ന് കൽക്കത്തയിലെ ത്രിപുര ഭവനിൽ വെച്ചായിരുന്നു അന്ത്യം. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, PB അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും അന്തിമോപചാരം അർപ്പിച്ചു.
ത്രിപുരയിലെ മുൻ ഇടതുമുന്നണി കൺവീനറും മുൻ സംസ്ഥാന മന്ത്രിയുമായിരുന്നു ഖഗേൻ ദാസ്. കൽക്കത്തയിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. പുലർച്ചെയോടെ ഹൃദയാഘാതമുണ്ടാവുകയും താമസിച്ചിരുന്ന ത്രിപുര ഭവനിൽ വെച്ച് അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. മരണത്തെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം അല്പസമയം നിർത്തിവച്ചു. യോഗം നടക്കുന്ന ഹാളിലെത്തിച്ച മൃതദേഹത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, PB അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S രാമേന്ദ്രൻപിള്ള, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു. ത്രിപുരയിൽ സംസ്കാര ചടങ്ങുകൾ നടത്തും. വെസ്റ്റ് ത്രിപുരയിൽ നിന്നും ലോക്സഭാ അംഗമായി വിജയിച്ചിട്ടുള്ള ഖഗേൻ ദാസിന് 80 വയസ്സായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. CBIയെ പ്രതിസന്ധിയിലാക്കി ഗുജറാത്ത് പോലീസ്. സ്മിത തിരോധാനം കേസിലെ നിർണായക സാക്ഷി ദേവയാനിയുടെ കസ്റ്റഡി മരണത്തിൽ CBI ഉദ്യോഗസ്ഥരെ നാർക്കോ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ തീരുമാനം. പാറശാലയിലെ ശ്രീജീവിന്റെ കസ്റ്റഡി മരണക്കേസ് CBI ഏറ്റെടുക്കാനിരിക്കെയാണ് ഏജൻസിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിൽ CBI ഉദ്യോഗസ്ഥരെ ഗുജറാത്ത് പോലീസ് ശാസ്ത്രീയ മാർഗത്തിലൂടെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. CBI ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കസ്റ്റഡി മരണക്കേസിൽ 2 മലയാളി CBI ഉദ്യോഗസ്ഥരോട് നാർക്കോ പരിശോധനയ്ക്ക് ഹാജരാവാൻ ഗുജറാത്ത് ക്രൈംബ്രാഞ്ചാണ് നോട്ടീസ് നൽകിയത്. കോടതിയിൽ സമ്മതപത്രം നൽകാൻ തയ്യാറുണ്ടോ എന്ന് അറിയിക്കണമെന്ന് കാട്ടിയുള്ള നോട്ടീസാണ് കേസിലെ ആരോപണ വിധേയനായ CBI ഉദ്യോഗസ്ഥർ ശ്രീനിവാസനും ജ്യോതി രാജേഷും ലഭിച്ചത്. സ്മിത തിരോധാന കേസിലെ നിർണായക സാക്ഷി ദേവയാനി CBI കസ്റ്റഡിയിൽ വെച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് നോട്ടീസ്. സ്മിതയുടെ തിരോധാനത്തിൽ ഭർത്താവിന്റെ അടുത്ത സുഹൃത്തായ ദേവയാനിയെ ബ്രെയിൻ മാപ്പിങ്ങിനായി അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോകും വഴിയാണ് CBI കസ്റ്റഡിയിൽ വെച്ച് അവർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. ശ്രീജീവിന്റെ കസ്റ്റഡി മരണം പോലെ വിഷമുള്ളിൽ ചെന്നായിരുന്നു ദേവയാനിയും മരണപ്പെട്ടത്. ഇടപ്പള്ളി സ്വദേശിനിയായ സ്മിതയുടെ തിരോധാനം പ്രത്യേക വഴിത്തിരിവിലെത്തി നിൽക്കെ സാക്ഷി കസ്റ്റഡിയിൽ മരിച്ചതോടെ കേസന്വേഷണം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ്. സാക്ഷിയായ ദേവയാനിക്ക് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റിനുള്ള പണം മുടക്കിയത് CBI വാറണ്ട് വഴിയായതിനാൽ ദേവയാനിക്കൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും സംശയനിഴലിലായി. സീക്രട്ട് ഫണ്ട് ഉപയോഗിച്ച് സാക്ഷിക്ക് ടിക്കറ്റ് എടുത്തു നൽകാതെ പ്രതികൾക്ക് മാത്രം നൽകുന്ന വാറണ്ട് ടിക്കറ്റ് ഉപയോഗിച്ചതാണ് CBI ഉദ്യോഗസ്ഥർക്ക് വിനയായത്. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPയെ ശിക്ഷാ നടപടിയായി ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ദേവയാനി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ CBI തന്നെ ആരോപണ വിധേയമായി നിൽക്കുമ്പോഴാണ് പാറശാല സ്വദേശി ശ്രീജീവിന്റെ കസ്റ്റഡി മരണ കേസ് CBIയുടെ അതേ യൂണിറ്റ് തന്നെ ഏറ്റെടുക്കാൻ പോകുന്നതെന്നതും വൈരുദ്ധ്യവും ഒപ്പം കൗതുകവുമായി മാറുന്നു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ഇരു കൊറിയകളെയും തമ്മിലടുപ്പിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ. ശീതകാല ഒളിമ്പിക്സിന് മുന്നോടിയായി ഉത്തര കൊറിയയുടെ പ്രത്യേക സംഘം ഞായറാഴ്ച ദക്ഷിണ കൊറിയയിലെത്തും. 2 വർഷത്തിനു ശേഷമാണ് കിം ജോങ് ഉന്നാണ് ഒളിമ്പിക്സ് നയതന്ത്രത്തിന് വഴി തുറന്നത്. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണത്തിനായുള്ള ഫേസ്ബുക്ക് പേജ് പ്രകാശനം ചെയ്തു. സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണനാണ് പേജ് സമർപ്പിച്ചത്. സമ്മേളനവുമായി ബന്ധപ്പെട്ട എല്ലാ പൊതുപരിപാടികളുടെയും തത്സമയ സംപ്രേഷണവും ഒരുക്കുന്നുണ്ട്. 22ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ പരിപാടികൾ നവമാധ്യമങ്ങളിലൂടെയാക്കാനാണ് തീരുമാനം. യുവാക്കളിലേക്ക് വിവരങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഫേസ്ബുക്ക് പ്രചരണത്തിന് തുടക്കമിട്ടു. സമ്മേളനത്തിനായി ഒരുക്കിയ CPIM കേരള സംസ്ഥാന സമ്മേളനം എന്ന പേജിലൂടെയാണ് ഇനി വാർത്തകൾ എത്തുക. MG റോഡിലെ സ്വാഗത സംഘം ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ പേജിൽ ആദ്യ പോസ്റ്റിംഗ് നടത്തി. സമ്മേളനവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും തത്സമയം ഫേസ്ബുക്ക് പേജിൽ എത്തും. അനുബന്ധമായിട്ട് സെമിനാറുകൾ, സംഗമങ്ങൾ, അതുപോലെ കലാകായിക സാംസ്കാരിക പരിപാടികൾ, അതുപോലെ പലതരത്തിലുള്ള ഒത്തുചേരലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം തന്നെ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഫേസ്ബുക്ക് പേജിലൂടെ ഉദ്ദേശിക്കുന്നത്. സമ്മേളനത്തിനായി പ്രത്യേക വെബ്സൈറ്റും അടുത്ത ദിവസം സജ്ജമാകും. പൂർണ്ണമായും ഹരിതനയം പാലിച്ചും ആർഭാടങ്ങൾ ഒഴിവാക്കിയുമാണ് സമ്മേളനം നടക്കുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ.